ഞങ്ങളെ വീട്ടിൽ വെള്ളം കയറി. പുലർച്ചെ ഒരു 2 മണിയായപ്പോഴാണ് വെള്ളം കയറുന്ന വാർത്ത അറിഞ്ഞത്. ആ സമയത്തൊന്നും ഞങ്ങൾ സാധനങ്ങൾ അടുക്കി പെറുക്കാൻ നിന്നിട്ടില്ല. പുലർച്ചെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ വെള്ളം എത്തിയപ്പോഴാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ വന്നത്. കണ്ടില്ലേ, ഇതാ സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തിക്കുന്ന വെള്ളം. കുറേ സാധനങ്ങൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം, മുറ്റത്ത് വെള്ളം ഇങ്ങനെ കണ്ടിട്ട് അവർ വെള്ളത്തിൽ കളിച്ച് ഹാപ്പി ആവുകയാണ് മക്കൾ രണ്ടാളും. മൂത്താൾ പിന്നെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇവർ നല്ല കളിയിൽ തന്നെയാണ് മുറ്റത്ത് ഇങ്ങനെ വെള്ളം. ചെറിയ ആൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കാണുന്നത്. അപ്പോൾ ഓനൊരിത് ഒരുപാട് ആൾക്കാർ വണ്ടികൾ കൊണ്ടേക്കാൻ പോകുന്നുണ്ട്. കാരണം പിന്നെ വെള്ളം വന്ന് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ആ ഫുട്പാത്തിന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ടേബിളിൻ്റെ മുകളിലും മെഷീൻ്റെ മുകളിലും ഒരുപാട് വെക്കാനുള്ള സൗകര്യമില്ല. സ്റ്റെയർ ഇല്ലാത്തതിനെ കൊണ്ട് ബെഡൊക്കെ അലമാരൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത്, കട്ടിൻ്റെ മുകളിലും കാര്യം നമ്മൾ കഴിയുന്ന രീതിയിൽ നമ്മളിതാ വെച്ചിരിക്കുന്നത്. എത്രത്തോളം കയറും എന്നറിയില്ല. ഭയങ്കര ടെൻഷനാണ്. ഇനിതാ സൈക്കിൾ മോൻ്റെ കെട്ടി തൂക്കിക്കുന്നത്. ഇനിതാ മറ്റേ റൂമിൽ ഇതുപോലെ തന്നെ അവിടെയുള്ള സാധനം കട്ടിൻ്റെ മുകളിലും അലമാരയുടെ മുകളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടെൻഷനുണ്ട്. ഇതാ അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിൽ ഇതാ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. കുറച്ച് താഴ്ച അതിനെക്കൊണ്ട് ഇതാ ഞാൻ വെച്ച തുണികളൊക്കെ ഇതാ നീങ്ങിയിട്ട് വെള്ളം ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഞാൻ തുണി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ തുണി ഒന്ന് നീക്കി കൊടുത്തിക്കുന്നു ഞാൻ. അപ്പം ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. സാധാരണ ഞങ്ങൾ ഇത്ര ലേറ്റ് ആവലില്ല പോവാൻ. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര ടെൻഷന്. ഇറങ്ങാനുള്ള ഒരു ഇത് തോന്നുന്നില്ല. അതാ ഒരുപാട് ആൾക്കാർ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എങ്ങനെയായാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ചെറിയൊരു ഫുട്പാത്താണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് കഴിച്ചിലാവുക തന്നെ വേണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളും അതിൻ്റെ ഒരു തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ മക്കൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. പിന്നെ മക്കൾക്കൊന്നും അറിയില്ലല്ലോ. മൂത്ത മോന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞാനിങ്ങനെ സാധനങ്ങൾ എവിടെ വെക്കാന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ അടുക്കി പെറുക്കി കഴിയുന്നിടത്തൊക്കെ വെച്ചിരിക്കുന്നു. എന്തായാലും ഇനി ഒരുപാട് കയറാതെ നിൽക്കട്ടെ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തായാലും നല്ല ടെൻഷനുണ്ട്. വെള്ളം ഇങ്ങനെ കയറി വരാനിതാ. അപ്പോൾ നല്ലോണം കയറിയിട്ടുണ്ട്. നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്താ ഹലോ നമസ്കാരം. ഞങ്ങളിതാ വെള്ളം ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ വീട്ടിലേക്ക് വന്നതാണ്. പക്ഷേ നമ്മൾ പോകുമ്പോഴുള്ള ആ ഒരു ലെവലിൽ തന്നെ വെള്ളം മുറ്റത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കുറച്ചൊന്ന് കുറഞ്ഞിട്ടുള്ളൂ. ഗേറ്റൊക്കെ ഇതൊക്കെ തുറന്നിക്കുന്നു. എന്താകും അവസ്ഥ ഒന്നും അറിയൂല. നല്ല ടെൻഷനുണ്ട്. വെള്ളം ഉണ്ട് കേട്ടോ ഇപ്പോഴും. വെള്ളം വയലിലൊക്കെ കുറച്ചൊക്കെ പോയിക്കുന്നുണ്ട് കേട്ടോ വെള്ളം. അങ്ങനെ ഞങ്ങളിതാ വീടിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങളവിടെ കൂടൊക്കെ വീണിക്കുന്നു കേട്ടോ. ആ കൂടൊക്കെ ഒന്നായിട്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ജനലിൻ്റെ അടുത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ചാരുപടിയിലൊക്കെ നല്ല വെള്ളമുണ്ട്. കിണർ മുങ്ങിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇനി അകത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. കാരണം വെക്കാൻ സൗകര്യം ഇല്ലാത്തതിനെ കൊണ്ട് അലമാറ നീങ്ങിക്കുന്നോ, കട്ടിൽ നീങ്ങിക്കുന്നോ, ഫ്രിഡ്ജ് വീണിക്കുന്നോ എന്താണെന്നൊന്നും അറിയൂല. നല്ല ടെൻഷനാണ്. അപ്പോൾ വാതിൽ തുറക്കാൻ പോവാണ്. പക്ഷെ അതിനു മുന്നേ രണ്ട് ഗപ്പികളെ വളർത്തിനും അതിനൊന്നും പറ്റിയിട്ടില്ല. ഈ ഒരു ലെവലിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗപ്പികൾ അവിടെ തന്നെ സേഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 2 ഗപ്പികൾ. അങ്ങനെ ഇതൊക്കെ വാതിൽ തുറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. തുറന്ന് എന്തൊക്കെ പറ്റിയിട്ടുണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും തുറക്കുമ്പോൾ ഒരു പേടിയാണ്. വലിയ ഇഴജന്തുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ അതും വേറെ ഉണ്ട് കേട്ടോ. അതങ്ങനെ ഞങ്ങൾ തുറന്ന് ഇതാണ് ഇപ്പോൾ വീട്ടിലെ അവസ്ഥ. എന്തായാലും ഞങ്ങളും മെല്ലെ കയറാണ്. ടേബിളൊക്കെ നീങ്ങിക്കുന്നുണ്ട്. ബാക്കി ആ സാധനങ്ങളൊന്നും താഴെ വീണിട്ടില്ല. പക്ഷേ ആ ഒരു ലെവലിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം അലമാരക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ വെള്ളത്തിന് നനവ് കാണുന്നില്ല നിങ്ങൾ. ആ ഒരു ലെവലാണ് വെള്ളം കയറിയത്. ഗ്യാസും കുറ്റികളൊക്കെ വീണെടുക്കുന്നുണ്ട്. എന്തായിരിക്കും കട്ടിലിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ട്. കട്ടിലൊക്കെ ഗ്യാസും കുറ്റി ഞങ്ങൾ ഡൈനിങ് ഹാളാണ് വെച്ചത്. പക്ഷെ ഇപ്പോൾ അത് റൂമിലെത്തിക്കുന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിച്ചിരിക്കുന്നു. ഈ ഒരു റൂമിലുള്ളത്. ഇനി അടുത്ത റൂമിലേക്ക് ഞങ്ങൾ പോവാണേ. ഇനി അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊന്നും അറിയില്ല. നോക്കാം. അടുത്ത റൂമിൻ്റെ ഡോറ് തുറക്കാണ്. എന്തായിരിക്കും അവിടെയും പേടിയാണ് നമുക്ക് തുറക്കുമ്പോൾ. മൊത്തത്തിൽ വീണിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഒക്കെ വീണ് കിടക്കാണ്. ഒക്കെ കട്ടിൻ്റെ മുകളിൽ കയറ്റി വെച്ചാണ്. ഒക്കെ താഴെ എത്തിയിട്ടുണ്ട്. എല്ലാ സാധനവും താഴെ വീണിട്ടുണ്ട് കേട്ടോ.
ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണിട്ടുണ്ട്. ഇനി ഇത് അടുക്കള വാതിൽ തുറന്ന് അതാ മൊത്തം ചളിയാണ്. ആ ഒരു ലെവലിൽ വെള്ളം ഉണ്ട്. ഫ്രിഡ്ജ് നമ്മൾ കെട്ടി വെച്ചതിനെ കൊണ്ട് സേഫായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതാ അടുക്കളയിലെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ബാക്കി പിന്നെ കാണാം. ഇനി എന്തായാലും ക്ലീൻ ആക്കാം. എന്താണ് കട്ടില ഹലോ. അപ്പോൾ അതാ ഞങ്ങളെ ക്ലീനിങ് ഒക്കെ മൊത്തം കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. കാക്ക നോക്കി ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ അതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഒക്കെ ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് സിലിണ്ടർ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും ഇറക്കി വെച്ചിട്ടില്ല. ഇതിന് മൊത്തം നനഞ്ഞ് കിടക്കുകയാണ്. വെള്ളമൊന്നും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. എന്താ റൂമിലേക്ക് പോവാണ്. ഒക്കെ നനഞ്ഞ സാധനമായിരുന്നു. ഒക്കെ കഴുകി എടുത്ത് വെച്ചതാണ്. ആകെ ഇപ്പോൾ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഞങ്ങളെ കട്ടിൽ പൊട്ടിപ്പോയി. ആ ഒരു വിഷമമുണ്ട്. കട്ടിൽ പൊട്ടി. സാരമില്ല, എന്തായാലും നമുക്ക് റെഡിയാക്കാം. കാരണം ഇതിന് വലുത് സംഭവിക്കുന്നവരുണ്ട്, വീട് നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മളതൊക്കെ എത്രയോ ഭാഗ്യമാണ് എന്നാ. കാരണം നമുക്ക് ജീവനെങ്കിലും തിരിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഒരു ഇതാണ്. പിന്നെ അതാ ഞാൻ അടുത്ത റൂം കാണിച്ചു തരാം. ഇതൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് സാധനങ്ങളൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. ഒക്കെ ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇരുടാണ്, കറണ്ടില്ല. അതാണ് ഇരുട്. അടുക്കള മൊത്തം ക്ലീൻ ചെയ്ത് തുണിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രക്കാണ് ഇന്നിപ്പോൾ ചെയ്തത്. ഇനിയിപ്പോൾ ഞങ്ങൾ പോവാണ്, എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. ഒന്ന് ഉണങ്ങിയിട്ട്, ചെറിയ ആളുള്ളതല്ലേ, ഒന്ന് ഉണങ്ങി നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഞാൻ വരും കേട്ടോ, ഡെയിലി ഒന്നൊന്ന് ക്ലിയർ ആക്കും. അപ്പോൾ ബൈ.